നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു. കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരക്കെ നാശനഷ്ടം. ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. പുരിപ്പല്ല് കേസിൽ റാപ്പർ വേടൻ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷ മെയ് 2 പരിഗണിക്കും. വേടനെ വിയ്യൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. പൂരങ്ങളുടെ പൂരത്തിന് നാളെ കൊടിയേറ്റം. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. രാവിലെ 11-നും 11:30-നും ഇടയിലാണ് തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റം. 12:30-ന് പാറമേക്കാവിൽ കൊടിയേറും. പാറമേക്കാവിലെ കൊടിയേറ്റം കഴിഞ്ഞാൽ പാറമേക്കാവ് ഭഗവതി ആറാട്ടിനായി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. കൊടിയേറ്റത്തിനു ശേഷം തിരുവമ്പാടി ഭഗവതി ഉച്ചതിരിഞ്ഞ് നടുവിൽ മഠത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളും. പൂരപങ്കാളികളായ ലാലൂരും അയ്യന്തോൾ, ചെമ്പൂക്കാവ്, പൂക്കാട്ടിക്കര, കാരമുക്ക്, ചൂരക്കോട്ടുകാവ്, നെയ്തലക്കാവ് ഭഗവതി ക്ഷേത്രങ്ങളിലും കണിമംഗലം, പനമുക്കുംപിള്ളി ശാസ്താ ക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. മെയ് 6, 7 തീയതികളിലാണ് പൂരം. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരമൊരുക്കങ്ങൾ തുടങ്ങി. തട്ടക തറവാടായ ചിറ്റിലങ്ങാട് മോഹനന്റെ പറമ്പിലെ കവുങ്ങാണ് തിരുവമ്പാടിയുടെ പൂരം കൊടിയേറ്റത്തിനായി മുറിച്ചത്. പതിറ്റാണ്ടുകളായി ഇതേ തറവാട്ടിൽ നിന്നാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് കണ്ടെത്തി മുറിച്ചെടുക്കുന്നത്. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയാണ് കൊടിമരത്തിനുള്ള കവുങ്ങ് മുറിച്ചത്. ലക്ഷണമൊത്ത കവുങ്ങ് കണ്ടെത്തി പൂജിച്ച് തറവാട്ടംഗത്തോട് അനുവാദവും ചോദിച്ചു വാങ്ങിയ ശേഷമാണ് കവുങ്ങ് മുറിക്കുന്നത്. മുറിക്കുന്ന കവുങ്ങ് നിലം തൊടാതെ സുരക്ഷിതമായി താങ്ങി പിന്നീട് തട്ടകക്കാർ ചേർന്ന് സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ഒരുക്കും. മുറിക്കുന്ന കവുങ്ങിന് പകരം 5 കവുങ്ങിൻ തൈകളും പറമ്പിൽ നട്ടുപിടിപ്പിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TS സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി T ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലാലൂർ ശ്രീ കാർത്തികേയനി ദേവീക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 8-നും 8:30-നും മധ്യേ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശത്തെ ഭക്തജനങ്ങൾ പൂരത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കും. പൂരം നാളിൽ 9 ആനകളുടെയും പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തെത്തി വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുര നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് തിരിച്ചുപോകും. രാത്രി എഴുന്നള്ളത്ത് ആവർത്തിക്കും. ലാലൂർ ശ്രീ കാർത്തികേയനി ദേവീക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രവീന്ദ്രൻ ചെറുശ്ശേരി, സെക്രട്ടറി രഞ്ജിത്ത് പുളിക്കത്തറ, MC സുന്ദരൻ, ബിന്ദു സുരേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ രാത്രിയാണ് പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് നിർത്തിവെച്ച് കളക്ടർ ഉത്തരവിട്ടത്. ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്താൻ കളക്ടർ ഉത്തരവിട്ടത്. സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തിയതിനു ശേഷം ടോൾ പിരിക്കാമെന്നതാണ് കളക്ടറുടെ നിലപാട്. ഉത്തരവിട്ടതിനു ശേഷം ഇന്നലെ രാത്രി തന്നെ ടോൾ പിരിവ് നിർത്തിവെച്ചിരുന്നു. ഇതേസമയം ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുകയാണ്. ഇത് നിർത്തിവെക്കാൻ റവന്യൂ അധികൃതർക്കോ പോലീസിനോ സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവെച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ടു പൂട്ടിയ ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തി. ടോൾ ബൂത്തുകളിൽ വച്ചിരുന്ന വീപ്പകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു. ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം.
യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റവന്യൂ മന്ത്രി കൂടിയായ ഒല്ലൂർ MLA അഡ്വക്കേറ്റ് കെ രാജന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അവധിക്കാലമായിട്ടും പീച്ചി ഡാമിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിലും അധികാരത്തിലേറി 9 വർഷമായിട്ടും പുത്തൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാത്തതിലും പ്രതിഷേധിച്ചും പ്രഖ്യാപിച്ച ബനാന പാർക്ക് യാഥാർത്ഥ്യമാക്കുക, ഒല്ലൂരിലെ മലയോര പ്രദേശത്തെ വന്യജീവി ആക്രമണത്തിന് ഉടൻ പരിഹാരം കാണുക, മലയോര ഹൈവേ പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിസഭയിലെ രണ്ടാമനായ അഡ്വക്കേറ്റ് കെ രാജൻ അഴിമതിയിലെ രണ്ടാമനായി മാറിയതായും കോടികളുടെ അഴിമതി നടത്തിയ മന്ത്രിയെ പുറത്താക്കും വരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നും ജോസ് വള്ളൂർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിയിടാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസിന് നേരെ പ്രവർത്തകർ ചെരുപ്പുകളും കൊടിക്കാലുകളും വലിച്ചെറിഞ്ഞു. തുടർന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ജലപീരങ്കിയേറ്റ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിന്ദു ബിജു എടപ്പാറയ്ക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KPCC സെക്രട്ടറി KB ശശികുമാർ, DCC സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് സുനിൽ രാജ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് C പ്രമോദ്, ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മേനോൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. ശക്തമായ കാറ്റിലും മഴയിലും ചിറ്റണ്ട പൂങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. റോഡിലേക്ക് മരങ്ങൾ മറഞ്ഞു വീണും മരങ്ങൾ വീടിന് മുകളിലേക്ക് കടപുഴകി വീണുമാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ചിറ്റണ്ട തലശ്ശേരി റോഡിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ തേക്ക് മരം കടപുഴകി. ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചിറ്റണ്ട വടക്കേക്കര പ്രകാശന്റെ വീടിന്റെ മുകളിലേക്ക് മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണ് വീടിന്റെ ഒരു വശം തകർന്നു. ചിറ്റണ്ട പാക്കത്ത് സിന്ധുവിന്റെ പറമ്പിലെ മരവും കടപുഴകി വീണു. ശക്തമായ ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോർമറിന് തീപിടിച്ചു. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് മുന്നിലുള്ള ട്രാൻസ്ഫോർമറിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തിൽ ഭാഗികമായി ട്രാൻസ്ഫോർമർ കത്തിനശിക്കുകയും മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു. കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പുലിപ്പല്ല് കൈവശം വച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ മെയ് 2 പരിഗണിക്കും. നാളെ വേടനെ വിയ്യൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വേടന്റെ ഫ്ളാറ്റിലും തൃശൂരിലെ വീട്ടിലും വേടനുമായി വനംവകുപ്പ് തെളിവെടുപ്പ് നടത്തും. പുലിപ്പല്ല് നൽകിയത് മലേഷ്യൻ പ്രവാസിയായ രഞ്ജിത്ത് കുമ്പടിയാണെന്ന് വേടൻ വനംവകുപ്പിന് മൊഴി നൽകി. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വച്ചതിനാണ് വേടനെതിരെ വനംവകുപ്പ് കേസെടുത്തത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് വനംവകുപ്പ് ചുമത്തിയത്. ഇതേസമയം കഞ്ചാവ് കേസിൽ വേടന് കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു. 5 ഗ്രാം കഞ്ചാവ് സഹിതം മ്യൂസിക് ബാൻഡിലെ 8 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. പോലീസിൽ നിന്നും ജാമ്യം ലഭിച്ച ഉടനെ വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയാണ് ഉണ്ടായത്. വിനോദസഞ്ചാര വികസനത്തിന്റെ പേരിൽ അതിരപ്പിള്ളിയിൽ ജലവൈദ്യുതി പദ്ധതി നടപ്പിലാക്കാനുള്ള KECBയുടെ രഹസ്യ അജണ്ട എന്ത് വില കൊടുത്തും ചെറുക്കുമെന്ന് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കി. വിനോദസഞ്ചാര സാധ്യതകൾ വികസിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ആരും അതിന് എതിരുമല്ല. എന്നാൽ അതിരപ്പിള്ളി വനമേഖലയിലെ ടൂറിസം വികസനത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി വിനോദസഞ്ചാര സൗഹൃദ ജലവൈദ്യുത പദ്ധതി എന്ന പുതിയ പേരുമിട്ട് പഴയ പദ്ധതിയെ പൊടിതട്ടിയെടുക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്ന് AIYF ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് 23ാമത് തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെയും 81ാമത് റേഞ്ചർ ടീമിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിലെ ട്രാഫിക് സൈൻ ബോർഡുകൾ ശുചിയാക്കി. ട്രാഫിക് SI VG ലീലഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പ് ചെയർമാൻ OF ജോയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ AM ജെയ്സൺ, സീനിയർ സ്കൌട്ട് മാസ്റ്റർ CA തോമസ്, സ്കൌട്ട് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് കമ്മീഷണർ VS ഡേവിഡ്, സീനിയർ റോവർ മേറ്റ് ദീപു ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
കഴിഞ്ഞ ദിവസം കാണാതായ 3 വിദ്യാർത്ഥികളെ കോയമ്പത്തൂർ ഉക്കടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് കണ്ടെത്തി. SSLC പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന ദേശമംഗലം സ്വദേശിനിയായ പെൺകുട്ടിയെയും സഹപാഠികളായ ഷൊർണൂർ ഒറ്റപ്പാലം സ്വദേശികളായ 2 പെൺകുട്ടികളെയുമാണ് കാണാതെയായത്. ചെറുതുരുത്തി പോലീസും ഷൊർണൂർ പോലീസിന്റെയും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് കോയമ്പത്തൂർ ഉക്കടം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് 3 വിദ്യാർത്ഥികളെ ഇന്നലെ രാത്രി കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ ബന്ധുക്കൾക്കൊപ്പം പറഞ്ഞയച്ചു. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചിറ്റാറ്റുകര പുലിക്കോട്ടിൽ ജോസ് മകൻ 44 വയസ്സുള്ള രാജ ജോസാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഈ മാസം 19-നാണ് രാജ ജോസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ വിശ്രമസ്ഥലം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മേത്തല കുന്നംകുളം സെന്ററിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പോലീസിൽ പരാതി നൽകി. ഓട്ടോ ലാൻഡ് ഡ്രൈവേഴ്സ് വിശ്രമിക്കുന്ന നല്ല ചൂട് സമയമാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവർമാർ വന്ന് വിശ്രമിക്കുന്ന വിശ്രമ കേന്ദ്രം ഇന്നലെ രാത്രി ഏതോ സാമൂഹിക ദ്രോഹികൾ ഇരിപ്പിടം ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വലിച്ചെറിയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് മദ്യത്തിൻ്റെയും ലഹരി വിൽപ്പനയുടെയൊക്കെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. വെങ്കിടങ്ങ് ഏനാമാവ് കുപ്പിക്കഴുത്ത് അടിയന്തര നടപടികളിലൂടെ പൊളിച്ചു നീക്കണമെന്ന് CPI വെങ്കിടങ്ങ് ലോക്കൽ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T. പ്രദീപ് കുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൌൺസിൽ അംഗം രാകേഷ് കണിയാംപറമ്പിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, മണലൂർ മണ്ഡലം സെക്രട്ടറി VR മനോജ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MR മോഹനൻ, ഷാജി കാക്കശ്ശേരി, സണ്ണി വടക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സുകൾ രാത്രി സർവീസുകൾ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിനെതിരെ നടപടിയെടുക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. അവശ്യ സാധന വിലക്കയറ്റത്തിനും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. AKCA ജില്ലാ പ്രസിഡന്റ് PM ഷമീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK കബീർ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ധർണയ്ക്കു ശേഷം ഭാരവാഹികൾ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചു. കോൺഗ്രസ് എ സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി CD ജോസ്, നേതാക്കളായ ഷിഹാബുദ്ദീൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. പറവട്ടാനി മാർ അദ്ദായ് ശ്ലീഹ പള്ളിയുടെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കൂട്ടധർണ നടത്തി. 54 റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചിട്ട് 20 മാസം കഴിഞ്ഞിട്ടും കള്ളന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഇടവക വിശ്വാസികളും വൈദികരും ഭക്തസംഘടനാ ഭാരവാഹികളും ഉപവാസ കൂട്ടധർണയിൽ പങ്കാളികളായി. വികാരി റൂണ വർഗീസ് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി തിമോത്തിയോസ് ജോയ്, സെക്രട്ടറി ആന്റോണി ഒല്ലുകാരൻ, മഹിളാ സമാജം പ്രതിനിധി ഹണി ലാസർ, ഷിൻസി നിയോ എന്നിവർ സംസാരിച്ചു. ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തടഞ്ഞുവയ്ക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരണശേഷം അനുവദിച്ച് തിരിച്ചുപിടിക്കുന്ന പ്രഹസന നാടകത്തെ ന്യായീകരിച്ച് സർക്കാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയേൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ന്യായീകരണം. ദീർഘകാലം ചികിത്സയിലായിരുന്ന ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൌണ്ടിലെത്തിയ പെൻഷൻ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ മകൾക്ക് തൃശൂർ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയതിനെതിരെയായിരുന്നു ജോൺ ഡാനിയലിന്റെ പരാതി. സമൂഹത്തിലെ അശരണരും നിരാലംബരുമായവർക്കൊരു കൈത്താങ്ങ് എന്ന നിലയ്ക്കാണ് സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നതെന്നും ജീവിച്ചിരിക്കുന്ന കാലയളവിലെ പെൻഷൻ തുക മരണശേഷമാണ് അനുവദിക്കുന്നതെങ്കിലും അതിൽ അനന്തരാവകാശികൾക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ലെന്നും തദ്ദേശ വകുപ്പ് ഡയറക്ടറുടെ മറുപടിയിൽ പറയുന്നു. മാസങ്ങൾക്കുശേഷം സർക്കാരിൽ നിന്ന് തിരിച്ചടവ് നോട്ടീസ് കിട്ടുന്നത് കുടുംബങ്ങളെ വീണ്ടും കടക്കെണിയിലേക്ക് തള്ളിവിടാൻ ഇടയാക്കുമെന്നും ജോൺ ഡാനിയേൽ പറഞ്ഞു. MSPയിൽ ഡെപ്യൂട്ടി കമാൻഡന്റായി IM വിജയന് സ്ഥാനക്കയറ്റം. നാളെ വിരമിക്കാനിരിക്കെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്.
കായിക മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ അസിസ്റ്റന്റ് കമാൻഡന്റായാണ് സേവനമനുഷ്ഠിച്ചിരിക്കുന്നത്. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുതുവറയിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, തോളൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മലമ്പനി ദിനാചരണം സംഘടിപ്പിച്ചത്. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പൊതുസമ്മേളനം സേവർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി, അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പോർക്കുളം പൂമരത്തിനു സമീപം റോഡിൽ തലയിടിച്ച് വീണ് മങ്ങാട് സ്വദേശിയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. മങ്ങാട് മത്തനത്താണി സ്വദേശി 65 വയസ്സുള്ള വാസുവിനാണ് പരിക്കേറ്റത്. റോഡിൽ തലയിടിച്ച് വീണ് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പൂരം വിശേഷങ്ങളുമായി ഇനി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. തൃശൂർ പൂരത്തിൽ ഘടകപൂരങ്ങൾക്കും പ്രധാന സ്ഥാനം തന്നെയാണ് നൽകുന്നത്. ശക്തന്റെ തട്ടകത്തെ പൂരാവേശത്തിലാക്കാൻ താളമേളക്കൊഴുപ്പിൽ എഴുന്നള്ളുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്താണ് ഇന്നത്തെ പൂരവിശേഷത്തിൽ. തൃശൂർ പൂരത്തിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ പൂരപ്രേമികളുടെ മനസ്സിലേക്കും ഓടിയെത്തും. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ നാദതാള വർണ്ണവിസ്മയം തീർത്ത് പൂരനഗരിയെ കീഴടക്കാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് ഓരോ ആസ്വാദകനും മറക്കാനാകാത്ത അനുഭവം തന്നെയാണ്. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഘടകപൂരങ്ങളാണ് തൃശൂർ പൂരത്തിലെ താരങ്ങൾ. കണിമംഗലം, പനമുക്കുംപള്ളി എന്നീ ശാസ്താക്ഷേത്രങ്ങളും ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, ചൂരക്കോട്ടുകാവ്, അയ്യന്തോൾ, നൈതലക്കാവ് എന്നീ ദേവീക്ഷേത്രങ്ങളുമാണ് പൂരത്തിലെ മറ്റ് പങ്കാളികൾ. ശക്തൻ തമ്പുരാൻ തൃശൂർ പൂരം ചിട്ടപ്പെടുത്തിയ കാലം മുതൽ തന്നെ ഈ ഘടകപൂരങ്ങൾക്കും പൂരത്തിൽ പ്രധാന സ്ഥാനങ്ങൾ നൽകുന്നുണ്ട്. പൂരങ്ങളുടെ പൂരത്തിന് കൊഴുപ്പേകാൻ ഘടകപൂരങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൂരത്തിന് തുടക്കം കുറിക്കുന്നതും ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്തോടെയാണ്. പാറമേക്കാവിന്റെ പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളത്തിനും തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനും മുമ്പേ രാവിലെ നാടുണർത്തി വരുന്ന ഘടകപൂരങ്ങൾ തേക്കിൻകാടും ശക്തന്റെ തട്ടകവും കീഴടക്കും. അപ്പോൾ തൃശൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ പൂരാവേശം വാനോളമുയരും. 3 ആനകൾ മുതൽ 14 ആനകളുടെ വരെ അകമ്പടിയോടെ ആസ്വാദക ഹൃദയങ്ങളിൽ മതിവര പൂരക്കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഘടകപൂരങ്ങൾ ഇത്തവണയും പൂരനഗരിയിലെത്തുക. പാണ്ടിമേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും താളമേള പെരുക്കങ്ങൾക്കൊപ്പം ഗജവീരപ്പെരുമയിൽ എഴുന്നള്ളിയെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് തിരുവമ്പാടിയുടെ മടത്തിൽ വരവിനോടും പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തോടും കിടപിടിക്കാവുന്നതാണ്. ദേശക്കൂട്ടായ്മയോടും താളമേളങ്ങളോടും കൂടി രാവിലെയും വൈകിട്ടും വടക്കുന്നാഥനെ വണങ്ങാനെത്തുന്ന ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് എക്കാലത്തും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന സുന്ദരാനുഭൂതി തന്നെയാണ്. പൂരങ്ങളുടെ പൂരത്തിനായി തൃശൂർ പൂരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ശ്രീ വടക്കുന്നാഥ ക്ഷേത്രവും പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളും മറ്റ് 8 ഘടകക്ഷേത്രങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. കാത്തിരിക്കാം ആ മഹാപൂരത്തിനായി. ശ്രീകേഷ് വെള്ളാനിക്കര, TC ന്യൂസ്. പൂരങ്ങളുടെ പൂരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൃശൂർ പൂരത്തിന് 10 ക്ഷേത്രങ്ങളാണ് പങ്കാളിത്തം വഹിക്കുന്നതെങ്കിലും നെടുനായകത്വം വഹിക്കുന്നത് തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളാണ്. തിരുവമ്പാടി, പാറമേക്കാവ് ദേവിമാരുടെ എഴുന്നള്ളത്തും കൂടിക്കാഴ്ചയും ഉപചാരം ചൊല്ലലുമൊക്കെയാണ് തൃശൂർ പൂരത്തിലെ പ്രധാന ആകർഷണം. തിരുവമ്പാടി, പാറമേക്കാവ് ഭഗവതിമാരുടെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടാണ് പൂരച്ചടങ്ങുകളിൽ ഓരോന്നും അരങ്ങേറുന്നത്. പ്രധാന ചടങ്ങുകളായ മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറ മേളം, കുടമാറ്റം, വെടിക്കെട്ട് തുടങ്ങിയവയെല്ലാം ഈ ഇരുക്ഷേത്രങ്ങൾ തനിച്ചും ഒരുമിച്ചുമായി നടത്തുന്ന ചടങ്ങുകളാണ്. കുടമാറ്റവും വെടിക്കെട്ടും ഉപചാരം ചൊല്ലലും ഇരുവിഭാഗങ്ങൾക്കും തുല്യ പങ്കാളിത്തമുള്ള ചടങ്ങുകൾ എന്ന നിലയ്ക്കും
തിരുവമ്പാടിയുടെ മഠത്തിൽ വരവ്, പാറമേക്കാവിൻ്റെ പൂരം എഴുന്നള്ളിപ്പ് എന്നിവ അതാത് ക്ഷേത്രങ്ങൾ മാത്രം പങ്കെടുക്കുന്ന എഴുന്നള്ളിപ്പുകൾ എന്ന നിലയ്ക്കും ശ്രദ്ധേയമാണ്. ആനച്ചന്തവും മേളവും സമന്വയിക്കുന്നതും ആവേശം വാനോളം ഉയർത്തുന്നതുമായ അതിമനോഹരമായ ദൃശ്യശ്രാവ്യ മുഹൂർത്തങ്ങളാണ് തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും എഴുന്നള്ളിപ്പുകളും തുടർന്നുള്ള വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് സമ്മാനിക്കാറുള്ളത്. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബസവ ജയന്തി ആഘോഷം മെയ് 4-ന് തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കർണാടക വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും വീരശൈവ മഹാസഭ സെക്രട്ടറി ജനറലുമായ ഈശ്വർ ഖണ്ട്രെ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. മഹാസഭ സംസ്ഥാന കമ്മിറ്റി നൽകുന്ന ബസവരത്ന പുരസ്കാരം കർണാടക മുൻ മന്ത്രിയും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ ഭീമണ്ണ കണ്ഠറേക്ക് സമ്മേളനത്തിൽ വച്ച് സമ്മാനിക്കും. വീരശൈവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ, ജനറൽ സെക്രട്ടറി KS ശ്രീജിത്ത്, സ്വാഗത സംഘം ജനറൽ കൺവീനർ PV സുരേഷ്, ജില്ലാ പ്രസിഡന്റ് പ്രദീപ് മച്ചാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ സ്വീകരിക്കാൻ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു. ഈ മാസം 19-ന് തിരുവനന്തപുരത്ത് നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര 14 ജില്ലകളിലും പര്യടനം നടത്തി മെയ് 27-ന് കോഴിക്കോട് സമാപിക്കും. മെയ് 2, 3, 8, 9 തീയതികളിൽ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, നാട്ടിക, ഗുരുവായൂർ, ചേലക്കര, കുന്നംകുളം മണ്ഡലങ്ങളിലാണ് പദയാത്ര നടക്കുക. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ, മറ്റു ഭാരവാഹികളായ PB ആരിഫ് മുഹമ്മദ്, സുഹൈബ് അലി, സമീറ നാസർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ബ്രഹ്മകുളം സ്വദേശി ബ്രഹ്മകുളത്ത് സുനിത, മകൾ ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൈക്കാട് മില്ലുംപടിയിൽ ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ചെറിയാൻ മാളിയേക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ സിജോ കാട്ടുകാരൻ, ജനറൽ കൺവീനർ ഷിബു കവലക്കാട്ട്, പബ്ലിസിറ്റി കൺവീനർ ഷാറോൺ ജോജു എന്നിവർ നേതൃത്വം നൽകി. മെയ് 3, 4 തീയതികളിലാണ് തിരുനാൾ. ലഹരി മാഫിയയെ തുരത്തുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ ആയോധന കലാപ്രദർശനം നടത്തി. മെയ് 4-ന് 5000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തുന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയുടെ പ്രചരണാർത്ഥം നടത്തിയ ആയോധന കലാപ്രദർശനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ, ജയൻ, മോഹനൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രകൃതി പഠന യാത്ര കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കോടാലിയിൽ നടന്ന കളിയരങ്ങ് ബാലവേദി ക്യാമ്പിന്റെ ഭാഗമായിരുന്നു പഠനയാത്ര. ഇന്ദ്രജിത്ത് കാര്യാട്ട്, KK അനീഷ് കുമാർ, IR ബാലകൃഷ്ണൻ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ എറിയാട് ശിശുവിദ്യാ പോഷണി LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്മരണികാ പ്രകാശനവും സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും നടന്നു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് KS നവാസ്, റഫീഖ് കാദിക്കോട്, അബ്ദുറഹീം, PV ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോ കൈകാര്യം ചെയ്യേണ്ടതില്ല. പിന്നെ എപ്പോഴാണ് കൈകാര്യം ചെയ്യേണ്ടത്?
കുമരനല്ലൂർ ശ്രീ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വൈശാഖമാസാരംഭ ദിനത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഭാഗവതാചാര്യൻ വാസുദേവൻ വാളേരിയുടെയും സപ്താഹാചാര്യൻ സനില വാസുദേവനെയും ആചാര്യവരണം നടത്തി. ക്ഷേത്രം മേൽശാന്തി അനൂപ് കുട്ടഞ്ചേരി, വി ശ്രീധരൻ, കെ കൃഷ്ണകുമാർ, പി ശ്രീനാഥ് എന്നിവർ സംസാരിച്ചു. ഏങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം തല മഹാത്മാഗാന്ധി കുടുംബസംഗമം ചേറ്റുവ 2ാം വാർഡിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമൽ അധ്യക്ഷനായി. DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ, ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, നൌഷാദ് കൊട്ടിലിങ്ങൽ എന്നിവർ സംസാരിച്ചു. ഈ രാജ്യത്തിന്റെ നവോത്ഥാനം നിങ്ങൾ നോക്കൂ, നമുക്ക് ഇന്ന് എന്തെല്ലാം നടത്തിയോ അല്ലെങ്കിൽ പൂജ നടത്തിയിട്ടല്ല, എന്റെ പാർട്ടി തീരുമാനിച്ചപ്പോൾ കയറാൻ പറ്റിയതാണ്. CPI മറ്റത്തൂർ ലോക്കൽ സമ്മേളനം കോടാലിയിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി CU പ്രിയൻ, സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ 41 കുടുംബശ്രീ ADS വാർഷികം മുതിർന്ന കുടുംബശ്രീ പ്രവർത്തക പാറുവമ്മ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ K ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, രമണി പ്രേമദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുക്കുന്നത്ത് മന വിഷ്ണു നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴുവിൽ ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ എന്നിവർ നേതൃത്വം നൽകി. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവുസിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ടോണി മണക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടായിരിക്കും. 4000-ഓളം വിശ്വാസികളെയാണ് ഈ വർഷത്തെ ഊട്ടുതിരുനാളിന് പ്രതീക്ഷിക്കുന്നതെന്ന് വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ പറഞ്ഞു. നെല്ലായി സെന്റ് മേരീസ് ഇടവകയിൽ വിശുദ്ധ യൂദാശ്ലീഹായുടെ നൊവേന തിരുനാൾ ആരംഭിച്ചു. ഊട്ടുതിരുനാളിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെയാണ് ഊട്ടുതിരുനാൾ. എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഊട്ടുതിരുനാളിലേക്ക് ക്ഷണിക്കുന്നു. ഏകദേശം 4000 പേർക്ക് നമ്മൾ ഊട്ടുനേർച്ച ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അയൽക്കാർ എല്ലാവരും ചേർന്ന് ഈ തിരുനാൾ ആഘോഷം വിജയപ്രദമാക്കണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3333 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടകക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു. കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിനും മഴയിലും ജില്ലയിലെ വിവിധയിടങ്ങളിൽ പരക്കെ നാശനഷ്ടം. ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വീടിന് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോർമറിന് തീപിടിച്ചു. പുലിപ്പല്ല കേസിൽ റാപ്പർ വേടൻ വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ. ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. വേടനെ വിയ്യൂരിലെ ജ്വല്ലറിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.